കൂവി വിളിച്ച ആരാധകർക്ക് മുമ്പിൽ തന്റെ യഥാർത്ഥ മുഖം കാണിച്ച വിനീഷ്യസ് ജൂനിയർ. റയലിന് സമനില കുരുക്ക് വീഴേണ്ടിടത്ത് പെനാൽറ്റി ഗോളാക്കി മാറ്റിയ കിലിയൻ എംബാപ്പെ. ട്രയോ വെല്ലക്കാനോ താരങ്ങളായ പെപ് ചവേറിയക്കും പാസസിനും ലഭിച്ച 2 റെഡ് കാർഡുകൾ. സ്വന്തം കൂട്ടങ്ങളെ വിട്ട് തനിച്ച് നടന്നകന്ന പെയിൻറ്റിൻ്റെ വീഡിയോ വൈറലായപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിച്ച ചോദ്യം ഞാൻ ഇവിടെയും ആവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് എക്സ്ട്രാ ടൈമിൻ്റെ ദൈർഘ്യം അത്രത്തോളം നീട്ടിയത്? 9 മിനിറ്റുകളാണ് അവസാനം റഫറി അനുവദിച്ചത്. സംഭവവികാസങ്ങൾ അരങ്ങേറിയ മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് റയോ വെല്ലക്കാനയെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. ഗാലറിയിൽ നിന്ന് ഉയർന്ന പരിഹാസങ്ങൾക്കും കൂവിവിളികൾക്കും തൻ്റെ മാന്ത്രിക നീക്കങ്ങളിലൂടെയും പോരാട്ട വീര്യം കൊണ്ട് മറുപടി നൽകിയ വിനീഷ്യസ് ജൂനിയർ തൻ്റെ യഥാർത്ഥ മുഖം ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി കാട്ടിക്കൊടുത്തു. സമ്മർദ്ദഘട്ടങ്ങളിൽ തളരാത്ത വിനിയുടെ വേഗതയും ഡ്രിബ്ലിങ്ങും റയോ പ്രതിരോധത്തെ പലപ്പോഴും വിറപ്പിച്ചിരുന്നു. മത്സരം സമനിലയുടെ കുരുക്കിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ച നിമിഷത്തിലാണ് റയലിൻ്റെ രക്ഷകനായി കിലിയൻ എംബാപ്പെ അവതരിച്ചത്. ലഭിച്ച പെനാൽറ്റി ഒട്ടും പിഴക്കാതെ വലയിലെത്തിച്ച എംബാപ്പെ റയൽ ആരാധകർക്ക് ആവേശത്തിൻ്റെ ആർപ്പുവിളികൾ സമ്മാനിച്ചു. മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ വിനീഷ്യസ് ജൂനിയറിൻ്റെ നീക്കം. വിങ്ങിലൂടെ മിന്നൽ വേഗത്തിൽ കുതിച്ച വിനി ഡിഫൻഡറെ വെട്ടിയൊഴിഞ്ഞ് അനായാസം ബോക്സിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ബോക്സിന് മധ്യത്തിലേക്ക് നൽകിയ പാസ് പിടിച്ചെടുക്കാൻ സഹതാരങ്ങൾക്ക് സാധിച്ചില്ലായിരുന്നു. തുടക്കത്തിൽ തന്നെ ഹാംസ്ട്രിങ്ങിന് പരിക്കേറ്റ് ജൂഡ് ബെല്ലിംഗ്ഹാമിന് കളം വിടേണ്ടി വന്നു. പിന്നാലെ കളിയുടെ 5-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡിന്റെ പ്രതിരോധ കോട്ടയ്ക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് റയോ വെല്ലക്കാനോ. ഗാലറിയിൽ നിന്നുയർന്ന കൂവലുകളെയും അധിക്ഷേപങ്ങളെയും തൻ്റെ കാൽപന്ത് കളിയിലെ മാന്ത്രികത കൊണ്ട് നിശബ്ദമാക്കാനായിരുന്നു വിനീഷ്യസ് ജൂനിയറിന്റെ തീരുമാനം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ആ നിമിഷം പിറന്നു. വലത് വിങ്ങിൽ പന്തുമായി വിനീഷ്യസ് നടത്തിയ ചടുല നീക്കം റയോ വെല്ലക്കാനയുടെ പ്രതിരോധ നിരയെ അടിമുടി ഉലച്ചു കളഞ്ഞു. തൻ്റെ അസാമാന്യമായ വേഗതയും ട്രിപ്ലിംഗ് വൈഭവവും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധ താരങ്ങളെ നിഷ്പ്രഭമാക്കിയ വിനി ബോക്സിനുള്ളിൽ കണ്ടെത്തിയ ചെറിയൊരു വിടവിലൂടെ പന്ത് കൃത്യമായി വലയിലേക്ക് എത്തിച്ചു. ഗാലറിയിൽ ആക്രോശങ്ങളെ നിശബ്ദതയിലേക്ക് തള്ളിയിട്ട ആ സ്റ്റണ്ണിംഗ് ഗോൾ റയൽ മാഡ്രിഡിന് മത്സരത്തിൽ നിർണായകമായ ആധിപത്യം നേടിക്കൊടുക്കുകയാണ്. അർബലോവയുടെ മുഖം തെളിഞ്ഞു. റയൽ മാഡ്രിഡ് 1-0 എന്ന സ്കോറിൽ മുന്നിലെത്തുന്നു. 2ാം പകുതി ആരംഭിച്ച് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ റയൽ മാഡ്രിഡിന്റെ പ്രതിരോധ കോട്ടയെ തകർത്തെറിഞ്ഞ ആ നീക്കം റയോയുടെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെയും ടീം വർക്കിൻ്റെയും ഫലമായിരുന്നു. ഫ്രൂട്ടോസ് നേടിയ ഗോൾ ഒരു നിമിഷം കൊണ്ട് ആവേശഭരിതമായ ബെർണാബ്യൂ സ്റ്റേഡിയത്തെ ശ്മശാനമൂകമാക്കി മാറ്റി. റയൽ പ്രതിരോധത്തിൻ്റെ പിഴവുകളെക്കാളുപരി റയോ താരങ്ങൾക്കിടയിലെ ഒത്തിണക്കമാണ് ആ ഗോളിന് വഴിയൊരുക്കിയത്. റയൽ മാഡ്രിഡ് പോലൊരു വമ്പൻ ക്ലബിനെതിരെ അവരുടെ തട്ടകത്തിൽ വെച്ച് ഇത്രയും ക്ലിനിക്കലായൊരു ഗോൾ നേടുക എന്നത് റയോ വെല്ലക്കാനയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയായിരുന്നു. ആ നിമിഷം വരെ മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന റയൽ മാഡ്രിഡ് താരങ്ങളെയും ആരാധകരെയും ഒരേപോലെ നിശബ്ദരാക്കാൻ ആ ഒരൊറ്റ ഗോളിന് സാധിച്ചു. ഈ ഗോൾ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുകയും റയലിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുകയായിരുന്നു. മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിൽ ബ്രഹീം ഡിയാസ് വിൻ ചെയ്തെടുത്ത പെനാൽറ്റി അനായാസം പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് വിജയിക്കുകയാണ്. മത്സരത്തിന് ശേഷം റയൽ മാഡ്രിഡ് താരങ്ങൾ മൈതാനത്ത് ചെറിയ വീഴ്ചകളെയും അതിശയോക്തി കലർത്തി അവതരിപ്പിച്ച് അനുകൂലമായ തീരുമാനങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് എതിർ ടീം ആരാധകർ ആരോപിച്ചു. അവസാന നിമിഷങ്ങളിൽ റഫറി എടുത്ത തീരുമാനങ്ങൾ ലാലിഗയിലെ റഫറിംഗ് നിലവാരത്തെ ചൂണ്ടിക്കാട്ടുന്നതാണ്. നിശ്ചിത സമയം കഴിഞ്ഞ് 9 മിനിറ്റോളം അധിക സമയം അനുവദിച്ചതും ആ സമയത്ത് ലഭിച്ച വിവാദ പെനാൽറ്റിയിലൂടെ റയൽ മാഡ്രിഡ് വിജയിച്ചതും വലിയ പ്രതിഷേധത്തിന് കാരണമായി. റയോ വെല്ലക്കാനയുടെ 2 താരങ്ങൾക്ക് റെഡ് കാർഡ് നൽകി പുറത്താക്കിയ നടപടിയാണ് ഇതിലേറ്റവും തർക്കവിഷയം. കളിക്കളത്തിലെ ഫൗളുകൾ ഗൗരവമായിരുന്നു എന്ന് റഫറി വാദിക്കുമ്പോഴും തെളിവുകളെല്ലാം അതിനെതിരെയാണ്. റയൽ താരങ്ങളുടെ ഈ സിമുലേഷൻ രീതി റഫറിയുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചുവെന്നും അനാവശ്യമായ കാർഡുകൾ നൽകാൻ പ്രേരിപ്പിച്ചുവെന്നുമാണ് റയോ വെല്ലക്കാനയുടെ പക്ഷത്തെ പ്രധാന അധിക്ഷേപം. കളിക്കളത്തിൽ ഈ അച്ചടക്കമില്ലായ്മയും ആരാധകരുടെ പ്രതിഷേധങ്ങളും ചേർന്ന് മത്സരത്തെ കുലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് എത്തിച്ചത്. ഈ മത്സരത്തോടെ ലാലിഗ പോയിന്റ് പട്ടികയിൽ ബാർസലോണയ്ക്കെതിരെ പോയിന്റ് വ്യത്യാസം 1 കുറക്കാനും റയൽ മാഡ്രിഡിന് സാധിക്കുന്നുണ്ട്.